നാനൂറിന്റെ നിറവിൽ ഒരു മനോഹര ഗാനവുമായി എത്തുന്നു നമ്മുടെ സ്വന്തം MG അങ്കിളും വിധുമാവിനും ഒപ്പം നമ്മുടെ കൂട്ടുകാരും. വെൽക്കം. കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ പതിനഞ്ചു പിറന്നാളിൻ തിളക്കം പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം. അഴകിനൊരാമുഖമായ ഭാവം അതിലാരുമലിയുന്നൊരിന്ദ്രജാലം. അഴകിനൊരാമുഖമായ ഭാവം അതിലാരുമലിയുന്നൊരിന്ദ്രജാലം. പാലൊത്ത ചേലൊത്ത രാവാടയണിഞ്ഞത് കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ മനസ്സുകൊണ്ടടുത്തു വന്നിരിക്കും നിന്റെ കനവു കണ്ടിരുന്നു ഞാൻ ഉറങ്ങും. നമുക്കൊന്നിച്ചാകാശക്കോണിലേറാം നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം. നമുക്കൊന്നിച്ചാകാശക്കോണിലേറാം നിറമുള്ള നക്ഷത്രത്താലി ചാർത്താം. നിന്നോല കണ്ണില ഉന്മാദമുണർത്തുന്നു കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ. എന്റെ കരളിലെ പാട്ടിനോ. രാഗതാള സംഗമ വേദിയിലെ അമിട്ട് നമ്മുടെ അനന്യ കുട്ടി. വെൽക്കം അനന്യ ഓൺ സ്റ്റേജ്. ഞാൻ ശരിക്ക് ഞാനിങ്ങനെ ആ ഭഗവാന്റെ ആ ഒരു കരുണാ സാന്നിധ്യത്തിൽ ഞാനിങ്ങനെ ഒഴുകിപ്പോയി. നമ്മുടെ
ഈ കുഞ്ഞു പാടി. കവിളിനയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി ചിന്നക്കുട്ടി ചെല്ലക്കുട്ടി തങ്കക്കട്ടി താരാതീരത്തൊരു കിളിപ്പെട്ടി പെട്ടിക്കുള്ളിൽ മുത്തും പൊന്നും വാരിക്കെട്ടി തള്ളി 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 പന്നാസ് വണ്ടി തള്ളി 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 തള്ളിപ്പൊളി വണ്ടി ഈ തള്ളിപ്പൊളി വണ്ടി. ചക്കരെ കലക്കി പാടി, സൂപ്പർ ആയിരുന്നില്ലേ? Here comes the star of Flowers Top Singer. ആണോ? യെസ്. സ്റ്റാർ ആണോ? ഹായ്. സ്റ്റാർ കണ്ടോ? ഓ ഹായ്. എല്ലാ ഫാൻസിന്റെ അടുത്തും എന്തൊരു പ്രസൻസ്. Give me 100 rupees, I'll allow to go there and see Gopalan sir. എന്നാ ഞാനൊരു ഉമ്മ തരാം. ഓ ഉമ്മ എടുക്കൂല, ആഹാ. ഒരെണ്ണം തരാന്ന്. യെസ്. അമൃത് പോയോ? ഏ? അമൃത് പോയോ? അമ്പലത്തിൽ പോയോന്ന്? ഇല്ല പോയില്ല, മമ്മിയുടെ കൂടെ ഉണ്ട്. Where did you get the curry from? ഇറ്റ് ഈസ് വിത്ത് മമ്മി. മമ്മിയുടെ ഒരു ബോക്സിലാണ്. ആണോ? അതിൽ നിന്നാണ് കുറി കിട്ടിയത്. യെസ്. ഇന്ന് നല്ല ചിങ്കാരിയാണല്ലോ. താങ്ക് യു. ആഹാ. ഇന്നെന്താണ് ഈ ഹെയർ സ്റ്റൈലിംഗ് ഒരു ഡിഫറെന്റ് ആണല്ലോ. വാട്സ്ആപ്പ്? നത്തിങ്. ഇന്നൊരു എക്സ്ട്രാ സ്റ്റൈൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ? ക്വസ്റ്റ്യൻ ഭയങ്കര കൂടുതലാണ്. ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ വളരെയധികം കൂടുതലാണ്. പിന്നെ സ്റ്റേജ് പ്രസൻസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര കൂടുതലാണ്. അന്നൂസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ചിങ്കുമണി, യെസ്. ചിങ്കുമണി ഏത് പാട്ടാ പാടുന്നേ? ഇന്ന് ഞാൻ കണ്ണീര് പൂക്കണിയാം കണ്ണപ്പനുണ്ണി എന്ന പാട്ടാ പാടുന്നത്. ഇത് എല്ലാ ബ്രദേഴ്സിനും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാ. ചെയ്യുന്നു എല്ലാ ബ്രദർ. brothers-നും. യെസ്. ഓ, നമ്മളെയൊക്കെ തോപ്പിച്ചു കളഞ്ഞു. ആ പാട്ട് എങ്ങനെയാ തുടങ്ങുന്നേ? കണ്ണിന്നു പൂക്കണിയാം കണ്ണപ്പനുണ്ണി പൊന്നാങ്ങളയുടെ രണ്ടാം ജന്മം എൻ്റെ പൊന്നാങ്ങളയുടെ രണ്ടാം ജന്മം. ആഹാ ആഹാ ആഹാ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. കണ്ണനെ കുട്ടി, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കണ്ണിന്നു പൂക്കണിയാം കണ്ണപ്പനുണ്ണി പൊന്നാങ്ങളയുടെ രണ്ടാം ജന്മം എൻ്റെ പൊന്നാങ്ങളയുടെ രണ്ടാം ജന്മം. ചന്ദനപ്പൂമരം കടഞ്ഞു തീർത്ത ചന്തം തികഞ്ഞുള്ള പൊന്മേ
മോളു യെസ് നന്നായിട്ട് പാടി. താങ്ക് യു സർ. ചില പോർഷൻസ് ഒക്കെ സൂപ്പറായിരുന്നു. പക്ഷെ അങ്കിളിന് മനസ്സിലാകാത്തൊരു കാര്യം, എന്താ വിഴുങ്ങുന്നേ? എന്താണ് ഇങ്ങനെ ഇന്ന് വിഴുങ്ങുന്നത്? എന്താണ്? ഈയിടെയായിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ശ്വാസം കിട്ടുന്നില്ല. ആ, മോക്ക് ശ്വാസം മേളിലൊക്കെ അവിടെയൊക്കെ പോകാന്നുണ്ടെങ്കിൽ ശ്വാസത്തിനാണോ പഞ്ഞം, ദൈവം ഇരിക്കുമ്പോഴാണോ എന്തെന്നിനോ പഞ്ഞം എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇങ്ങനെ നിന്ന് പാടുമ്പോഴാണോ ശ്വാസത്തിന് പഞ്ഞം വരുന്നത്? ഈസി ആയിട്ട് അങ്ങ് പാടണ്ടേ? പാട്ടൊക്കെ നന്നായിട്ട് പാടി. ആ ഒരു 2-3 പോർഷൻസിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ശ്വാസം മുട്ടിയതാണോ, അതോ വെള്ളം ദാഹിച്ചതാണോ, അതോ ത്രോട്ട് ഡ്രൈ ആയതാണോ, എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ല. ബാക്കി ചില പോർഷൻസ് ഒക്കെ സൂപ്പറായിരുന്നു. ആ 3-ാമത്തെ ചരണമില്ലേ, ചരണം 3. 18 മുഴമുള്ള കച്ച കെട്ടി പയറ്റി തെളിഞ്ഞരും അരക്കെട്ടും. ആ, അത് കഴിഞ്ഞിട്ട് തഴുകുന്ന കൈയുകളും കണ്ടാലവൻ പച്ച കാമദേവൻ. കണ്ടാലവൻ പച്ചക്കാമദേവൻ. സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഒരു നല്ല കേടി കൊടുക്കാൻ ഗംഭീരമായിരുന്നു. ഇത്രയല്ലേ ഉള്ളല്ലേ ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ പാടണ്ടേ? അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ്. കാരണം ഈ ചിമിട്ടായിട്ട് നിന്നുകൊണ്ട് ചിമിട്ടമിട്ട് അല്ലേ, പൊട്ടാസ്, ടബോ, ഠിമീർ, ഇതിനൊക്കെ ഇത്രയും പാടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അതങ്ങ് മോളങ്ങ് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ഗോട്ട് ആംപിൾ ടാലൻസ്. താങ്ക് യു സർ. നല്ല ടാലന്റഡ് ആണ്. അതാണ് മോക്കിങ്ങനെ നല്ല അടിപൊളിയായിട്ട് പാടാൻ പറ്റുന്നത് അല്ലേ? യെസ് യെസ്. യെസ്. അപ്പൊ എനിക്ക് എന്നിട്ട് ബോണ്ട കൊണ്ട് തരാമെന്ന് പറഞ്ഞിരുന്നു. എന്തോ തരാമെന്ന് പറഞ്ഞിരുന്നല്ലേ? ദോശയോ ബോണ്ടയോ? ദോശ അത് കൊറേ നാൾ മുമ്പ്. കുറെ നാൾ മുമ്പാണോ അതോ എന്തോ ദോശയാണോ വടയാണോ അതോ എന്തോ ഒരെണ്ണം കൊണ്ട് തരാമെന്ന് പറഞ്ഞു, മറന്നു. പറഞ്ഞോ എന്താ കൊടുക്കാന്ന് പറഞ്ഞ നീ? ലഡു ആണോ? ലഡുവാ? ആ, എന്തോ എനിക്ക് തരാമെന്ന് പറഞ്ഞു, കൊണ്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അതിങ്ങനെ വെള്ളത്തിൽ വരച്ച പോലെ മാഞ്ഞു പോയി. അയ്യോ മറന്നുപോയി. ബാംഗ്ലൂരിൽ സ്വീറ്റ് ഏതാ കിട്ടുന്നത്? ബാംഗ്ലൂർ സ്വീറ്റ്സ്. എനി സ്വീറ്റ്സ് ഇൻ ബാംഗ്ലൂർ? പേട, പേട, മൈസൂർ പാക്ക്. ആ, എനിക്ക് മൈസൂർ പാക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈസൂർ. എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടമാണ്. പക്ഷെ ഓയിലുണ്ട് കുറച്ച്. അത് സാരമില്ല. വയസ്സിന് ഞാൻ എന്താ എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല എന്റെ കിടക്ക മുഴുവൻ മൈസൂർ പാക്ക് ഇങ്ങനെ പിരിക്കുക, എന്നിട്ട് മൈസൂർ പാക്ക് കൊണ്ടൊരു തലേണ ഉണ്ടാക്കുക, എന്നിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് തലേണയിൽ ഇങ്ങനെ നക്കി നക്കി കിടന്ന് ഉറങ്ങുക. കൂടെ കൂടെ ഒരു ചെറിയ മൈസൂർ പാർക്കും തലേനയും വേണമെങ്കിൽ ആർട്ടൊക്കെ ആക്കിയിട്ട് കിടക്കാം. അപ്പൊ വിചാരിക്കും ആ മൈസൂർ പാക്കും. അങ്ങനൊന്നുമല്ല, എനിക്ക് ഐ നീഡ് റിയൽ മൈസൂർ പാക്ക്. റിയൽ മൈസൂർ പാക്ക് ഇങ്ങനെ അടുക്കി ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയ മൈസൂർ പാക്ക് തലയാണ്, എന്നിട്ട് ഒരു അറ്റത്തൊരു കടി, ഒരു നക്ക്, പിന്നെ ഒരു ശകലം ഉറക്കം, പിന്നെ ഒരു നക്ക്, പിന്നെ ഇങ്ങനെ പതുക്കെ 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 ഉറക്കം പൊക്കോട്ടെ, സാരമില്ല. എന്നാലും മൈസൂർ പാക്ക് കിട്ടുമല്ലോ. തരുവോ? വാങ്ങിച്ചോണ്ട് തരുവോ? അപ്പൊ അടുത്ത തവണ വരുമ്പോ ആണോ? മറ്റന്നാൾ വളരെ അടുത്ത്. മറ്റന്നാൾ വളരെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ ആകെ ഒരെണ്ണ കൊണ്ടുവരാവും. അയ്യോ അത് പറ്റത്തില്ല. അപ്പൊ ഞാൻ കൊതി വിടൂലേ? അത് പറ്റും. പറ്റൂല. 5 കൊണ്ടുവരും. 5 വേണ്ട എനിക്ക്. 5 ഇവിടെ മൈസൂർ പാക്ക് കഴിക്കില്ല, ഷുഗറാണ്. ഞാൻ കഴിക്കും. അവിടെ കഴിക്കത്തില്ല, ഷുഗറാണ്. എനിക്ക് ഷുഗർ ഒന്നുമില്ല, ഞാൻ കഴിക്കും. എന്റെ മോക്ക് കൊടുക്കണം. എന്റെ കൂടെ എനിക്ക് കൊള്ളുള്ളത് എന്റെ മോക്ക് വേണ്ട. മതി. ആകെ കൊണ്ടുവരുന്ന ഒരെണ്ണം കൊണ്ടുവരുന്ന ഒള്ളി ഫോർ എനിക്ക് മാത്രം. എനിക്കും. ഞാൻ കൊതി വിടും അല്ലെങ്കിൽ. അതൊക്കെ വിട്ടോ, കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ എന്നെ ഏക്കത്തില്ല കൊതി വിടുന്നൊന്നും. കൊതി എന്തോ ഇങ്ങനെ പോക്കലിട്ടിരിക്കുകയാണ് വിടാൻ വേണ്ടിട്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ വരും. പക്ഷെ എനിക്കും തരണം. ഞാനല്ലേ ഇത്ര കഷ്ടപ്പെട്ട് ചോദിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം മോളെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മൈസൂർ പാക്ക് പണ്ടാരടങ്ങി പോട്ടെ. അപ്പൊ ഇന്ന് തിന്നാൻ പറ്റൂലല്ലോ. അത് അവര് തിന്നണ്ട, നമ്മളും തിന്നണ്ട. അല്ല അപ്പൊ നമുക്ക് തിന്നണ്ടേ? ശരി. ഓക്കെ മോളെ, ഒരു കാര്യം ചെയ്യും. മൈസൂർ പാക്ക് 5 അല്ലേ വാങ്ങിച്ചോണ്ട് ഈ 5 എന്റെ ഇത്താ, ഞാൻ അവർക്ക് കൊടുത്തേക്കാം. വേണ്ട, അത് വേണ്ട, വേണ്ട. ഇനി ഓരോരുത്തരായിട്ട് തന്നാ മതി കേട്ടോ. ഓക്കെ. അപ്പൊ മോള് മൈസൂർ പാക്കിനെക്കാട്ടി മധുരതരമായിട്ട് പാടിയിരിക്കുകയാണ്. ഒരു വലിയ കൈഡി കൊടുത്താട്ടെ. സൂപ്പർ. ചക്ര, നീ എങ്ങനെ പാടിയേ? എനിക്ക് സത്യം പറഞ്ഞാല് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പ്രഷൻസ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസ് കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അതെല്ലാം വളരെ മനോഹരമായിട്ട് പാടിയത്. സൂപ്പർ ചക്കരെ. കുഞ്ഞേ,
യെസ് സർ. ചക്രവർട്ടീസ്, യെസ്. എന്റെ ചുന്ദരി അന്നൂസ്. അതെ. യെസ്. ആഹാ, ആ കണ്ടാല് ആളൊരു പച്ച പാവാണെന്ന് തോന്നും കേട്ടാ. പക്ഷെ ശരിക്കും ആരാണ് ആള്? ഒരു കുറുകുറുമ്പിയാ കേട്ടാ ശക്തി. ഭയങ്കര കുറുകുറുമ്പിയാ, ഇങ്ങനൊന്നും അല്ല. അത് ശരി. ആ ഇവിടെ കണ്ട അയ്യോ പാവം. ആ ബീജത്തിലൊക്കെ കണ്ടില്ലേ എന്തൊരു ഭക്തി, ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് കണ്ണൊക്കെ അടിച്ച് ഇങ്ങനെ. ആ ബീജം ഞാൻ ആടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ. ഞാൻ കണ്ടു, ആടിയത് കണ്ടു. ആ അത് ഞാൻ കണ്ടു. അടിക്കാൻ ബീജം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. ആ എപ്പോഴും ഞാൻ അന്നക്കുട്ടി എന്ന് വന്നപ്പോ I'm still in that place. അങ്ങനെ വിളിക്കട്ടെ, അന്നക്കുട്ടി എന്ന് വിളിക്കട്ടെ. അന്നുകുട്ടീനെ വിളിച്ചോ? അന്നുകുട്ടി. ആ ഓക്കെ. അപ്പൊ അന്നുകുട്ടിക്ക് എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാ ഈ ബീജം ഭയങ്കരമായിട്ട് അങ്ങ് ഇൻവോൾവ് ആയിട്ട് എൻജോയ്. എന്നിട്ട് ബീജത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഒരു എനർജി ആ ചരണത്തിൽ അങ്ങ് പാടും. അതുകൊണ്ടാണ് ഫസ്റ്റ് ചരണത്തിൽ ആ മേളിലുള്ള പോർഷൻ കറക്റ്റ് ആയിട്ട് വന്നത് അല്ലേ? പിന്നെ ഒന്ന് കണ്ണ് തുറന്ന് എല്ലാരും നോക്കിയപ്പോഴത്തേക്കും അടുത്ത ചരണം വന്നപ്പോഴത്തേക്കും ആ മേളിലുള്ള പോർഷൻ അങ്ങോട്ട് എത്തിയില്ല. സത്യല്ലേ? ഈസ് ഇറ്റ് നോട്ട്? യാ, അത് എവിടെയാണ് സെക്കൻഡ് ചരണം? തുമ്പപ്പൂ പല്ലും. ആ തുമ്പപ്പൂ പല്ല്. കുറച്ച് സ്ട്രെയിൻ ഉണ്ടാക്കണ. ഇത് എന്തുകൊണ്ടാ സിക്ക് പാടാത്തെ? സി ഭയങ്കര ലോ ആണ്. ആണോ? താഴോട്ട് ഒരുപാടുണ്ടോ? എന്താ എങ്ങനെയുണ്ട് താഴോട്ട്? അതിലേതാ താഴോട്ട്? കണ്ണിന്നു പൂക്കണിയാം കണ്ണപ്പനുണ്ണി പൊന്നാങ്ങളയുടെ രണ്ടാം ജന്മം എന്റെ പൊന്നാങ്ങളയുടെ രണ്ടാം ജന്മം. ഇത്രയല്ലേ ബേസ് പോകുന്നുള്ളൂ? രണ്ടാം ജന്മം എന്നൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ സി ആക്കി നോക്കാം. കണ്ണിന്നു പൂക്കണിയാം കണ്ണപ്പനുണ്ണി പൊന്നാങ്ങളയുടെ രണ്ടാം ജന്മം എന്റെ പൊന്നാങ്ങളയുടെ രണ്ടാം ജന്മം. മേളില് സെക്കൻഡ് ചരണം ചന്ദനപ്പൂമരം കടഞ്ഞു തീർത്ത ചന്തം തികഞ്ഞുള്ള പൊന്മേനിയും വീണാളി പട്ടണിഞ്ഞ വിരിഞ്ഞ നെഞ്ചും ആരോമലങ്ങളെ തലയെടുപ്പും തലയെടുപ്പും. അങ്ങനെയാണെങ്കിൽ ഈ പാട്ടിന് നല്ല തലയെടുപ്പ് ഉണ്ടായേനെ. ആ ഉണ്ടായേനെ ഈ ശ്രുതി പാടിയനെ. ശരിയല്ലേ ശക്തി? തീർച്ചയായിട്ടും ഭയങ്കര ഡിഫറൻസ് അല്ലേ? കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് റോക്ക് ചെയ്യാമായിരുന്നു. അനന്യക്കുട്ടീസ് എപ്പോഴും അന്നുക്കുട്ടീസ് ഓൾവേസ് റോക്സ്. നോ, വേണമെങ്കിൽ അന്നൂസ് കുട്ടീനെ വിളിക്കാം. ഇപ്പൊ എനിക്ക് അന്നക്കുട്ടി എന്ന് വിളിക്കാൻ പറ്റും. അന്നക്കുട്ടി. ആ അന്നക്കുട്ടി. ആ ശക്തി ശരിയല്ലേ? പിന്നെ ഇത് ഇത്ര കംഫർട്ടബിൾ ആയിട്ട് ഈസി ബ്രീസി ആയിട്ട് പാടി തകർത്തേനെ. ഇപ്പോഴും തകർത്തു. അനന്യ ഇപ്പോഴും ഡിയിലും വാസ് ഓസം. പക്ഷെ സിയില് അതിനേക്കാളും കൂടുതൽ തകർത്തേനെ. ഇപ്പൊ പാടിയപ്പോ തന്നെ എന്ത് രസമായിരുന്നു കേൾക്കാൻ. ഇങ്ങനെ ഭയങ്കര ബോൾഡ് ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് പാടി, സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ. അതറിയോ ശക്തി മാം, എനിക്ക് മാമിന് ഒരു പാട്ട് ആടണം. തമിഴാണ്. ഓ, ഇതിന്റെ സർപ്രൈസ് ആണോ? യെസ്. ഏത് പാട്ടാ പാടാ പോണേ? ഞാൻ മുന്തിനം പാർത്തേനെ. ഓ വാവ്. യെസ്, പ്ലീസ് പാടൂ. മുന്തിനം പാർത്തേനെ பார்த்ததும் தோற்றேனே சல்லடை கண்ணாக உள்ளவும் புண்ணானதே எத்தனை நாளாக உன்னை நான் பாராமல் எங்கதான் போனேனோ நாட்களும் வீணானதே வானத்தில் நீ வெண்ணிலா ஏக்கத்தில் நான் தேவதா இப்போது என்னோடு வந்தாலனா ஊர் பார்க்க ஒன்றாக சென்றாலனா இப்போது என்னோடு வந்தாலனா ஊர் பார்க்க ஒன்றாக சென்றாலனா முன்தினம் பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக நெஞ்சமும் பொன்னானதே எத்தனை நாளாக உன்னை நான் பாராமல் எங்கதான் போனேனோ நாட்களும் வீண்
കൈയടി കൊറേ നാളല്ലേ മറ്റേ പിസ്ത സുമാക്കിര പാടിയത്, അത് നമുക്കൊന്ന് പൊളിക്കണം അവിടെ. സുരുക്കിന് കമുക്കമരം പോട്ടെ മാറിക്കൊടണ്ട് കവത്തിലെ മാട്ടി പിടിച്ച് പിസ്റ്റാസൊമാക്കിര സൊമ്മാരിടമാക്കിരായ പിസ്റ്റാസൊമാക്കിര സൊമ്മാരിടമാക്കിരായ സുടുക്കിന് കമുക്കമരം പോട്ടെ ലാട്ടി മരം കണമ്പിന് മാറ്റിയെടുത്തു പിസ്റ്റാസൊമാക്കിര സൊമ്മാരിടമാക്കിരായ പിസ്റ്റാസൊമാക്കിര സൊമ്മാരിടമാക്കിരായോ. ഇത് ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ ആണല്ലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ആൻഡ് ഞാൻ ആ സ്പെഷ്യൽ പെർഫോമൻസ് കണ്ടായിരുന്നു. നരേഷ് അയ്യറും അനന്യക്കുട്ടിയും അടിപൊളിയായിട്ട് പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായിരുന്നു പെർഫോമൻസ്? ഞങ്ങൾ ഇനി കേട്ടോ ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാനും അനന്യക്കുട്ടിയായിട്ട് ഗാനമേളയ്ക്കൊക്കെ പോകാൻ പോവാം അല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ ഇനിയിപ്പോ ഗാനമേളയ്ക്കൊക്കെ പോകണ്ടേ? നോക്ക് ഒരുമിച്ച് പോണം. അങ്കിളിന്റെ പാട്ടുകളൊക്കെ പാടിത്തരണം. ഓക്കെ പിന്നെ അടിപൊളിയായിട്ട് പാടി അനന്യക്കുട്ടി. അനന്യക്കുട്ടിക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടട്ടെ? അനന്യക്കുട്ടി പാടിയപ്പം എനിക്ക് തോന്നിയൊരു പാട്ട്, ഞാൻ അനന്യക്കുട്ടിയുടെ വയസ്സുണ്ടായിരുന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള പാട്ട് പറട്ടെ? चंदा है तू मेरा सूरज है तू, ओ मेरी आंखों का तारा है तू, जीती हूँ मैं बस तुझे देख कर, इस टूटे दिल का सहारा है तू, चंदा है तू मेरा सूरज है तू. Thank you, मेरा सूरज you also. Oh, so sweet. ഞാൻ പിണങ്ങി, मुझे नहीं हिंदी पता. അയ്യോ ഞാൻ പിണങ്ങി, നമ്മളൊക്കെ പിണങ്ങി കേട്ടോ. ആഹാ ശക്തി സൂരജ് ആണെന്നാ. ആഹാ അത് അപ്പൊ നമ്മളിപ്പോ എന്താണ് ഞങ്ങൾ ഇവിടെ അവിടേക്ക് ഒരു ഉമ്മ കൊടുത്തേര്, ഒരു സ്പെഷ്യൽ ഉമ്മ. അതിലും തീരൂല കട്ടീസ്. അപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ അന്നക്കുട്ടി? ഈ കട്ടീസ് എങ്ങനെ മാറ്റും? ഞാൻ കുട്ടീസാണ്. ഐ ലവ് യു. Love you too. ഒച്ചടാ. നെറ്റിയിൽ ഗോപി കുറിയുണ്ടോ, ചുറ്റിയ മഞ്ഞ തുകിലുണ്ടോ, മുറ്റത്തു പയ്യുകൾ നിൽപ്പുണ്ടോ, കസ്തൂരി കാറ്റിനു മണമുണ്ടോ, അതു കണ്ണൻ കണ്ണൻ കണ്ണൻ, അതു കണ്ണൻ കണ്ണൻ കണ്ണൻ. എങ്ങനെ ഞാൻ പിടങ്ങും എന്റെ കണ്ണൻ? വെളിമാമനുണ്ടേ കളിയും ഞാലാടാൻ കൂട്ടിനുണ്ടേ മിന്ന മിന്നീരാരോ കണ്ണിൽ മിന്നി. Anus is going to be awarded a triple wow today. Thank you, sir. ഗോപാലൻ സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മഹാശ്ചര്യമായിട്ട് കാണുക. കാരണം ഒരു ചെറിയ കുഞ്ഞുപ്രാവിന്റെ കാലിൽ ഒരു വലിയ ഘനമുള്ളൊരു ഒരു സ്റ്റോണ് കെട്ടി അത് സുഖമായി പറക്കുന്നുള്ള ഒരു അത്ര. അല്ല അവിടെ ആ ഡിപ്ലോമാറ്റിസം കണ്ടായിരുന്നു. അതായത് കട്ടീസ് എന്ന് പറഞ്ഞ ഉടനെ MJയുടെ അടുത്ത് ഒരു പാട്ടൊക്കെ പാടി കൊണ്ടുവന്നിട്ട് അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു പോയി. അത് ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഗുരുവായൂരിലെ ഭഗവാന് വേണ്ടി റെക്കോർഡ് ചെയ്ത പാട്ടാണ്. അനൂസാണ് പാടിയിരിക്കുന്നത്. ഓ അത് ശരി. അപ്പൊ അതാണ് ഇപ്പൊ പാടിയത്. അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് കണ്ണ് നിറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് അത്ര ഗംഭീരമായിട്ടാണ് പാടിയത്. അനൂസ് മാത്രമല്ല, അതിൻ്റെ ഓറഞ്ച് കുട്ടി, അതിൻ്റെ വൈഷ്ണവിക്കുട്ടി, പിന്നെ നമ്മുടെ കൃഷ്ണ കുളുമോൾ, 4 പേരും കൂടി പാടിക്കണം. തകർത്തിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ കണ്ണ്. അപ്പോ ഒരു ഢമാർ ഛമാർ ഗിഠാർ പൂക്കുറ്റി അടിക്കട്ടെ. Congratulations, you are awarded a triple wow, 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 and wow.